CPM സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി ഇ പി ജയരാജന്റെ ആത്മകഥ. വിവാദങ്ങളിൽ തനിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ പാർട്ടി എത്തിയില്ലെന്നും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതടക്കം തുറന്നു പറഞ്ഞതോടെ ജയരാജന്റെ പുസ്തകം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പുസ്തക പ്രകാശന പരിപാടിയിൽ MV ഗോവിന്ദനും P ജയരാജനും പങ്കെടുക്കാതിരുന്നതും ചർച്ചയായിരുന്നു. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കട്ടൻ ചായയും പരിപ്പുവടയും തുടങ്ങി DC ബുക്സ് വിവാദത്തിന് ശേഷം ഇപ്പോൾ ഇ പി ജയരാജന്റെ ആത്മകഥ വീണ്ടും വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ്. തനിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ പാർട്ടി എത്തിയിട്ടില്ല എന്ന് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ ജയരാജൻ തുറന്ന് പറഞ്ഞതോടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായും ദേവിക, നമുക്കറിയാം ഇ പി ജയരാജന്റെ പേരിൽ പലതവണ CPM നേതൃത്വം പ്രതിരോധത്തിലാകുന്നത് കേരളം കണ്ടതാണ്. അടുത്ത കാലത്തായി ആദ്യം വന്നത് ഈ കട്ടൻ ചായയും പരിപ്പോടയും എന്ന പേരുള്ള ഒരു ആത്മകഥയുടെ പേരിലായിരുന്നു. എന്നാൽ അത് തന്റെ ആത്മകഥയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇ പി രംഗത്ത് വന്നെങ്കിലും പിന്നീട് വലിയ ഫിൽട്ടറിംഗ് നടന്നു. ഇ പി ജയരാജന്റെ ഇതാണെന്റെ ജീവിതം എന്ന പേരിൽ ആത്മകഥ പുറത്തിറങ്ങുകയും ചെയ്തു. പാർട്ടി നേതൃത്വത്തിന്റെ ഇത്രയധികം വലിയ ഫിൽട്ടറിംഗ് നടന്നിട്ടും അതിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ പ്രധാനപ്പെട്ടത് കണ്ണൂർ മൊറാഴയിലെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് P ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയ ആരോപണം അത് പൊതുമധ്യത്തിൽ തന്നെ ആക്രമിക്കാനൊരു മാർഗമായി മാറി. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടും തനിക്ക് വേണ്ടി പാർട്ടി നേതൃത്വം സംസാരിച്ചില്ല എന്നാണ് ഇ പി ജയരാജൻ തന്റെ ആത്മകഥയിൽ പറയുന്നത്. തനിക്ക് വേണ്ടി സംസാരിക്കേണ്ട ആൾ MV ഗോവിന്ദനായിരുന്നു എന്നൊരു ധ്വനി അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ ഉണ്ട്. മറ്റൊന്ന്, ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. തന്നെ അറിയിക്കാതെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നതായും ഇ പി ജയരാജൻ ഈ പുസ്തകത്തിലൂടെ തുറന്നു പറയുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി പറയാത്ത പല കാര്യങ്ങളും തന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞുകൊണ്ടാണ് ഇ പി ജയരാജൻ പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നൊരു സാഹചര്യമുള്ളത്. മാത്രമല്ല, ഇ പിയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ ഉൾപ്പെടെ പരിഹാസവുമായി രംഗത്ത് വന്നതും ഈ CPM നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു പുസ്തകത്തിന്റെ പേരിൽ അത് എതിരാളികൾക്ക് അടിക്കാനുള്ള ഒരു വടിയായി മാറി എന്നുള്ളൊരു തരത്തിലുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. മാത്രമല്ല, അന്നേ ദിവസം ഈ പുസ്തക പ്രകാശനം നടക്കുന്ന അന്നേ ദിവസം ഇവിടെ ഉണ്ടായിട്ടും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. CPM നേതാവായ P ജയരാജനും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. അതൊക്കെ തന്നെ അണികൾക്കിടയിൽ പോലും ചർച്ചയാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ദേവിക. ശരി മിഥുൻ.